ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ നവംബർ മാസത്തെ പ്ലാനർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലാനർ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മലയാളി മോം craft@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത പ്ലാനേഴ്സിൻ്റെ പിക്ചറും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റുകളോ മേക്ക് ഓവറോ എന്തായാലും നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമെയിൽ ഐ ഡിയിലേക്ക്. അങ്ങനെ 52 പേരോളം നമുക്ക് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ പലരും ചെയ്ത നല്ല മനോഹരമായ പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സന്തോഷം നിങ്ങൾ എനിക്ക് ഈ പിക്ചേഴ്സ് അയച്ചു തന്നപ്പോൾ അത് കണ്ടപ്പോഴും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മാസത്തെ പ്ലാനറിന് ഒരു സ്പെഷ്യൽ തീം നമ്മളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. തീം എന്ന് പറഞ്ഞാൽ ഒരു ആശയം ഒന്നുമില്ല. കഴിഞ്ഞ മാസം നമ്മൾ കടലായിരുന്നു തീമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുൻപത്തെ മാസം ഇപ്പോൾ നമ്മൾ യൂണിക്കോൺ എന്ന് പറഞ്ഞ തീം എടുത്തു. അതുപോലെ പൂക്കൾ, അങ്ങനെ പല പല തീമുകളിൽ നമ്മൾ പ്ലാനർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഒരു ഫോൾഡർ ഉണ്ട്, അതിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു 12-13ഓളം പ്ലാനേഴ്സിൻ്റെ വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ ഈ മാസത്തെ പ്ലാനറിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഒരു ബ്ലൂ പെൻ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു പ്ലാനറാണ്. അപ്പോൾ ഫസ്റ്റ് കവർ പേജ് നമ്മൾ വരച്ചു, നവംബർ എന്ന് എഴുതി, പലതരം പേനകളുടെ പിക്ചർ നമ്മൾ താഴ്വത്ത് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു കോട്ട് എഴുതിയിട്ടുണ്ട്, എ വിന്നർ ഈസ് എ ഡ്രീമർ ഹു നെവർ ഗീവ്സ് അപ്പ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വിന്നർ എന്ന് പറയുന്നത് അവരൊരു സ്വപ്നം കാണുന്നവരൊക്കെ ഒരു വിന്നേഴ്സാണ്. അവർ ആ സ്വപ്നം ഒരിക്കലും കൈവിടില്ല. അപ്പം അങ്ങനെ സ്വപ്നങ്ങൾ കൈവിടാത്തവരാണ് ഒരു വിന്നർ അല്ലെങ്കിൽ ഒരു വിജയി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കോട്ട് എന്ന് പറയുന്നത് ഈ മാസത്തെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൻ മാത്രം ഉപയോഗിച്ച് വരയ്ക്കാൻ ഞാൻ തീരുമാനം എടുത്തതിൻ്റെ കാര്യം, പലരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിൽ പലതരം കളേഴ്സോ അല്ലെങ്കിൽ ചേച്ചിയുടെ കയ്യിലുള്ള പോലെ ഹൈലൈറ്റേഴ്സോ ഇതൊന്നുമില്ല, പേന മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തീം വരച്ച് കാണിക്കും. അപ്പോൾ നമുക്ക് ഏതൊരു തീമും പേന മാത്രം ഉപയോഗിച്ച് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കളേഴ്സ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ പെൻസിൽ മാത്രം ഉപയോഗിച്ച് പെൻസിലോ പെന്നും മാത്രം ഉപയോഗിച്ചൊക്കെ വരയ്ക്കാവുന്നതാണ്. കളേഴ്സ് വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു കളർഫുൾ എഫക്റ്റ് കിട്ടും. പിന്നെ ഒരുപാട് നേരം ചിലവാക്കാനില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് പേൻ ഉപയോഗിച്ച് കുറച്ച് ബോക്സസ് വരച്ചാലും മതി. പക്ഷേ എനിക്ക് പ്ലാനർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കുറച്ച് സമയം ഇങ്ങനെ മൈൻഡൊക്കെ മാറ്റി അതിലോട്ട് ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് പടം വരയ്ക്കാൻ. അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പേജിൽ ഞാൻ കലണ്ടറാണ് വരച്ചു കൊടുക്കുന്നത്. ആ ഒരു മാസത്തെ കലണ്ടർ അത് ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് 1, 2, 3 അങ്ങനെ 30 ദിവസങ്ങൾക്കുള്ള കലണ്ടറിൻ്റെ ബോക്സസൊക്കെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് പോലെ ഞാൻ വരച്ചത് അതിൻ്റെ സൈഡിലായിട്ടൊരു നന്നായിട്ട് ബ്ലൂ പെൻ ഉപയോഗിച്ച് വീതിയിൽ ഇങ്ങനെ കളർ ചെയ്ത പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അത് നമുക്കൊരു 3D എഫക്റ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു നിഴൽ പോലെയൊക്കെ തോന്നാൻ വേണ്ടി കൊടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റുകൾ എഴുതിയിട്ട് നമുക്ക് മെയിനായിട്ടും കലണ്ടറിൽ ഡേറ്റ് അറിയാനും ഇനി വല്ല ബർത്ത്ഡേസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ വെറുതെ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്യാനും മാത്രമാണ് നമ്മൾ ഈ ഒരു കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് എഴുതാനുള്ള സ്പേസ് അതിനില്ല, ചെറുതാക്കി. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നവംബർ എന്ന് എഴുതാം, ക്രിയേറ്റീവായിട്ട് പിക്ചേഴ്സ് വരയ്ക്കാം. പിക്ചേഴ്സ് വരയ്ക്കാൻ അത്രയൊന്നും അറിയില്ലെങ്കിൽ വേണ്ട, നവംബർ എന്ന് എഴുതി നിർത്താം. ഇനി ഒരു പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മളത് നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു വില ഉണ്ടാവുക. നമ്മളത് യൂസ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അത് വെറുതെ കുറേ പടങ്ങളൊക്കെ വരച്ച് അവിടെ വെച്ചു പിന്നെ അത് നമ്മൾ അടുത്ത മാസം അടുത്ത പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോലെ എടുക്കണ ഒരു ബുക്കല്ല, നമ്മളത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ കവർ പേജും കലണ്ടർ പേജും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത പേജിലോട്ട് പോകാം. അടുത്ത പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേജാണ്. മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. മൂഡ് ട്രാക്കർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു, നമ്മൾ സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ ദേഷ്യമായിരുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ആ ദിവസത്തെ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കറാണത്. അപ്പം ഞാൻ ഇതിലും ഒരു ജസ്റ്റ് ഒരു കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആ ഒരു രീതിയിലാണ് ഞാൻ പിക്ചർ വരയ്ക്കണേ. മെയിനായിട്ടും ഞാൻ ഈ പ്രാവശ്യം എടുത്ത തീം എനിക്ക് തോന്നുന്നു വരച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയത് പേനയും പേപ്പറും ഒക്കെ ആയിട്ടുള്ളൊരു തീം, അതായത് പലതരം പേനകൾ, പേപ്പേഴ്സ്, അതൊരു തീമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നമ്മൾ പല ഷേപ്സും ഒന്നല്ല വരച്ചത്, 30 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ട് അതിന് ഞാൻ ഒരു ഡബിൾ ബോർഡർ കൊടുത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്.
ഇനി നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഓരോ സ്വഭാവങ്ങൾ, ഇപ്പോൾ നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിന് നമുക്ക് പിങ്ക് കളർ കൊടുക്കാം, സങ്കടമാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ നമ്പേഴ്സ് ഇങ്ങനെ കളർ ചെയ്ത് കഴിയുമ്പോൾ പല പല കളേഴ്സിൽ ഈ നമ്പേഴ്സ് ഇരിക്കും. ചിലപ്പോൾ എല്ലാം ഒരു കളറിലാവാം. അപ്പോൾ എങ്ങനെയാവട്ടെ, അപ്പോൾ നമ്മൾ ഈ മൂഡ് ട്രാക്കറിൽ ചെയ്യണ കാര്യം നമ്മൾ വരയ്ക്കുന്ന സംഭവത്തിന് നമ്മുടെ മൂഡ് അനുസരിച്ച് പല പല കളേഴ്സ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു 5 ഫേസസ് വരച്ചാൽ നിങ്ങൾക്ക് കാണാം. അതിന് 5നും 5 തരം കളേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ മൂഡ് ട്രാക്കർ ഇരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ പേന കൊണ്ട് വരച്ചിട്ടുള്ള വേറൊരു പ്ലാനർ ഈ സെയിം നവംബർ മാസത്തേക്ക് വേണ്ടി ഞാൻ 2 എണ്ണം വരച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞാൽ ഞാൻ വരച്ചു, എനിക്ക് അത്രയും കൂടെ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് വരച്ചതാണ് ഈ ഒരു പ്ലാനർ. പക്ഷേ അത് ഇതിലും സിമ്പിളാണ്. പക്ഷേ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുൾ കാണും, അതും ഞാൻ കാണിച്ചു തരാം ഞാൻ വരച്ചത് കേട്ടോ. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ഒരു പുതിയ സ്വഭാവം നമുക്ക് കൊണ്ടുവരണം, അത് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയണം, എഴുതി വെക്കണം ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1-2 ഹാബിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 4 എണ്ണമൊക്കെ വെച്ചാൽ മതി, വേണമെങ്കിൽ കൂടുതൽ വെക്കാം. പക്ഷേ എൻ്റെ ഒരു ഇതിലൊരു 3-4 എണ്ണമാണ് ഞാൻ മാക്സിമം ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാം കുറേ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മളത് ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന മെയിനായിട്ടും വേഗം ഉറങ്ങുക, അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് ചിലപ്പോഴെങ്കിലും മടി തോന്നുന്നതും വിട്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ട് നമ്മളൊരു 30 ബോക്സുകൾ വരയ്ക്കുക. അതായത് 30 ദിവസമാണല്ലോ ഈ മാസത്തിലുള്ള 30 ബോക്സസ് വരച്ചിട്ട് നമ്പർ ഇട്ടിട്ട് നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരു ദിവസം ആ കാര്യം ചെയ്തു എന്ന് നമുക്കൊരു ഫീലിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഏറ്റവും ഉപയോഗിക്കാത്ത ഒരു പേജ് എന്ന് പറയാം ഈ ഹാബിറ്റ് ട്രാക്കർ. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, ചില സമയത്ത് ഞാൻ അതിലങ്ങനെ ടിക്കിട്ട് പോവേ, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച ഒരു കാര്യം ചെയ്താൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് മടി വരും, പിന്നെ അങ്ങോട്ട് അടുത്ത കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കത് ട്രാക്ക് ചെയ്യണത് അത്ര ഇങ്ങോട്ട് കറക്റ്റ് ആവാറില്ല. പക്ഷേ എന്നേലും നന്നായിട്ട് ഫോളോ ചെയ്യുന്ന, ചിട്ടായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാനർ വരയ്ക്കുമ്പോൾ ഈ ഒരു സംഭവം വേണമല്ലോ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവത്തിന് ഇത് മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞൊരു പേജ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗോൾസ് ഓഫ് ദ മന്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ മാസത്തിലെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെക്ഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോർഷൻസ് പഠിച്ച് തീർക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാസം ഇന്ന വർക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെന്നോ, അങ്ങനെ എന്തും ആവാം, അല്ലെങ്കിൽ സ്കിൻ കെയറോ അല്ലെങ്കിൽ എന്തും. അപ്പോൾ അങ്ങനത്തെ ഗോൾസ് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മതി, നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ബോക്സസൊക്കെ വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ കണ്ടൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾസ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത്, ഏറ്റവും ലാസ്റ്റത്തെ പേജ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള പേജാണ്. അതായത് ടു ഡു ലിസ്റ്റ് എന്ന് പറയുക. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുത്ത പോർഷൻസ്, ഹോം വർക്ക്സ് എല്ലാം എഴുതി കൊടുക്കാം. ഇനി വീട്ടമ്മമാരോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കണം അവർ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം എഴുതുക, കുറച്ച് വലിയ ബോക്സുകൾ വരച്ചു കൊടുക്കുക, അതിൽ ഓരോ ദിവസം എഴുതേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എഴുതി നമുക്ക് കൊടുക്കാവുന്നതാണ്. ബോക്സിൻ്റെ വലിപ്പം നിങ്ങൾ എഴുതുന്നതനുസരിച്ച് തീരുമാനിക്കുക. ഞാൻ ചെറുതാക്കിയിട്ട് എഴുതുള്ളൂ, അതും എനിക്ക് കുറേ പേപ്പർ വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് വരച്ചിട്ടാണ് എപ്പോഴും പ്ലാനർ റെഡിയാക്കാറുള്ളൂ. നിങ്ങൾ അധികമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പേജസ് എടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കലണ്ടർ പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ട് താഴെയായിട്ടൊരു 3 ബോക്സും കൂടി വരയ്ക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് മീൽ പ്ലാനർ. അതായത് ഇത് ചിലർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കുന്നതാണ്. ഈ ബോക്സസൊക്കെ നിങ്ങൾക്ക് വലുതാക്കി വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. മീൽ പ്ലാനർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉണ്ടാക്കേണ്ട ഫുഡിൻ്റെ പേരുകളും കാര്യങ്ങളും നമുക്ക് എഴുതി വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് നെക്സ്റ്റ് ഉള്ള ഒരു ബോക്സ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്, ഒരു ബോക്സാണ്. അതിൽ നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എഴുതാം. ഒരു കാര്യം എഴുതിയാൽ മതി. അതപ്പോൾ ഓരോന്ന് വെച്ചിട്ട് എഴുതാം. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 7 ദിവസത്തെ കാര്യങ്ങൾ ഒരു ബോക്സിലായിട്ട് തിരിച്ചെഴുതാം. മൂന്നാമതെന്ന് പറയുന്നത്, നിങ്ങൾക്കിനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നോട്ട്സ് പോലെ എഴുതണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വീഡിയോയുടെ ഐഡിയാസോ, അല്ലെങ്കിൽ എന്തും ആവാം. ചിലപ്പോൾ എന്താവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ എഴുതാനായിട്ടും ഒരു ബോക്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലാനർ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് പേജാണ് തീം പേജ്, അല്ലെങ്കിൽ കവർ പേജ്, പിന്നെ കലണ്ടർ. അത് കഴിഞ്ഞിട്ട് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോ ഐഡിയാസ് എഴുതണമെങ്കിൽ ആ പേജിൽ തന്നെ താഴത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജാണ്.
ഗോൾസ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ആ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും പിന്നെ തൊട്ട് താഴെ കുഞ്ഞു 3 സെക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വരച്ചു എന്ന് പറഞ്ഞില്ലേ പേന വെച്ചിട്ട്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ഇപ്പോൾ നമ്മൾ വരച്ച പ്ലാനറിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഈസിയാണ് ഇതിലെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ തീം പേജും പിന്നെ ഇതേ കലണ്ടർ പേജ്, ഗോൾസ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ പേജ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ. അതൊക്കെ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് വരച്ചിരിക്കുന്നത്. കളറൊന്നും കൊടുത്തിട്ടില്ല, അതിന് പകരം ഡിസൈൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മൂഡ് ട്രാക്ക് മനസ്സിലാവാൻ പല ഡിസൈൻസാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ പേജും ഏറ്റവും ലാസ്റ്റ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ പേജും. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. നിങ്ങൾക്കും ഇതുപോലെ പിക്ചേഴ്സ് അയച്ചു തരണമെങ്കിൽ malayali.mom.craft@gmail.com എന്നിലേക്ക് നിങ്ങളുടെ പേരും പിക്ചേഴ്സും ഒരുമിച്ച് അയക്കുക. പേരില്ലാതെ അയച്ചാൽ എനിക്ക് പേര് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പിക്ചേഴ്സ് എല്ലാം തന്നെ കാണാം.